കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ എരുമപ്പെട്ടി മങ്ങാട് സെന്ററിന് സമീപമുള്ള വളവിൽ അപകടങ്ങൾ പതിവാകുന്നു. കഴിഞ്ഞ ദിവസം നിയന്ത്രണം വിട്ട ഇരുചക്രവാഹനം കാനയിൽ വീണ് യുവാവിന് പരിക്കേറ്റു. സ്കൂട്ടർ യാത്രക്കാരനായ കൂറ്റനാട് തെക്കത്ത് വളപ്പിൽ 37 വയസ്സുള്ള ഷാക്കിറിനാണ് പരിക്കുപറ്റിയത്. തിങ്കളാഴ്ച രാത്രി 11 മണിയോടെയാണ് മങ്ങാട് വളവിൽ അപകടമുണ്ടായത്. വടക്കാഞ്ചേരി ഭാഗത്തേക്ക് പോകുകയായിരുന്ന ഷാക്കിർ ഓടിച്ചിരുന്ന സ്കൂട്ടർ നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡരികിലെ കാനയിലേക്ക് മറിയുകയായിരുന്നു. പുത്തൂര് ലോനപ്പൻ റോസിയുടെ വീട്ടുമതിൽ ഇടിച്ചു തകർത്താണ് സ്കൂട്ടർ കാനയിലേക്ക് വീണത്. തലയ്ക്ക് സാരമായി പരിക്കേറ്റ ഷാക്കിർ അബോധാവസ്ഥയിലായി. പോലീസ് അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ ഷാക്കിറിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാന പാത കൂടിയായ കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലെ മങ്ങാട് വളവിൽ അപകടങ്ങൾ പതിവായിരിക്കുകയാണ്. റോഡ് BMBC നിലവാരത്തിൽ പുനർനിർമ്മിച്ചതിനു ശേഷം വാഹനങ്ങൾ വലിയ വേഗതയിലാണ് ഇതിലൂടെ സഞ്ചരിക്കുന്നത്. രാത്രികാലങ്ങളിൽ വളവ് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്തതാണ് അപകടങ്ങൾക്കിടയാക്കുന്നത്. മുന്നറിയിപ്പ് ബോർഡുകളും അടയാളങ്ങളും സ്ഥാപിക്കാത്തതാണ് അപകടങ്ങൾക്ക് കാരണമെന്നും ഇതിനെക്കുറിച്ച് കരാറുകാരൻ, എഞ്ചിനീയർ, ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു. ഈ റോഡിൻ്റെ അവസ്ഥ നല്ല റോഡായിട്ടുണ്ട്. പക്ഷേ യാതൊരു സിഗ്നലുകളും ആ കമ്പനി വെച്ചിട്ടില്ല. അനവധി പ്രാവശ്യം ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിനോടും ഗവൺമെൻറ് വെച്ചിട്ടുള്ള ബോർഡിൽ എഞ്ചിനീയറെ വിളിച്ചു, അവർ ഫോൺ എടുക്കില്ല. ആ എഞ്ചിനീയറോട് നേരിട്ടിട്ട് ഞാൻ ഈ കോട്ടപ്പുറം പാലത്തിൻ്റെ അവിടെ പറഞ്ഞു, ഒരു സിഗ്നൽ പോലുമില്ല. നിരന്തരം ആക്സിഡൻ്റ് ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ് ഈ മങ്ങാട് സെൻറ്ററിന് തിരിയുമ്പോൾ നമ്മുടെ ലോനപ്പുട്ടേട്ടൻ്റെ വീടിൻ്റെ അവിടെ അനവധി വണ്ടികൾ വന്നിടിച്ചിട്ട് അവരെ മതിൽ ചെയ്ത് നിരന്തരം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ജനങ്ങളുടെ ജീവൻ തന്നെ ഭയങ്കര അപകടമായിട്ടാണ് ഈ റോഡിൻ്റെ അവസ്ഥ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അധികാരികൾ കാണുന്നില്ല. അനവധി പ്രാവശ്യം പറഞ്ഞു കേട്ടിട്ടില്ല. അങ്ങനെ തന്നെ എൻ്റെ പഠിക്കില്ലാതെ ചാത്തകുളം റോഡ് കഴിഞ്ഞ വളവിൽ നിരന്തരം ചാലിലിങ്ങനെ ആൾക്കാർ വന്നു വീഴാണ്. നിരന്തരം അപകടം പറ്റിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞാൽ വലിയ ബോർഡുകളില്ല, വളവാണ്. റോഡ് നന്നായപ്പോൾ സ്പീഡ് കൂടുതലായിപ്പോയി. ഇതിന് മുമ്പ് ഈ മീൻകട എന്നും തട്ടിക്കൊണ്ടുപോലായിരുന്നു. ഇപ്പോൾ മൂപ്പരത് വളച്ച് മുകളിലേക്കാക്കി വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ കൊണ്ട്. ഞാൻ തന്നെ ഒരു ദിവസം അവിടെ ഇരിക്കുമ്പോൾ നേരിട്ട് കണ്ടതാണ്. അത് നല്ല സ്പീഡിൽ വന്നൊരു വണ്ടി. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്നത് പുത്തൂർ ലോനപ്പൻ റോസിയാണ്. ഇവരുടെ വീട്ടുമതിലും കിണറിന്റെ കൈവരിയും വാഹനങ്ങൾ ഇടിച്ചു തകരുന്നതും പതിവായിരിക്കുകയാണ്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് എല്ലാ മാസത്തിലും പറഞ്ഞ പോലെ ഈ മതിലുമ വന്ന് ഇടിച്ച ആൾക്കാർക്ക് വലിയ രോഗങ്ങളും അപകടങ്ങളും പറ്റുന്നുണ്ട്. ഇവിടെ യാതൊന്നും ഈ റോട്ടിൽ അതിന് എന്തെങ്കിലും ഒരു ഇതായിട്ട് അവിടെ ഒരു ബോർഡോ അവിടെ ഒരു വളവുള്ള സ്ഥലമാണ്. ആ സ്ഥലത്ത് എന്തെങ്കിലും കുറ്റികളോ ഒന്നും വെച്ചിട്ടില്ല. എത്ര പറഞ്ഞാലും ആ അപകടം കഴിഞ്ഞാൽ അന്നത്തെ കഴിഞ്ഞു, പിന്നില്ല. പിന്നെ ഒരു അപകടം വരുമ്പോൾ വീണ്ടും പറയുന്നു. ഇത്രയേ ഉള്ളൂ. ഒന്നും പഞ്ചായത്തിൽ പറഞ്ഞിട്ടോ ഒന്നും ഇവർ അന്വേഷിക്കണില്ല എന്ന് പറയും. ഈ വളവിൽ പ്രവർത്തിക്കുന്ന മീൻ കച്ചവട സ്ഥാപനത്തിനും അപകട ഭീഷണിയുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പ് മീൻകടയുടെ മുൻവശം വാഹനമിടിച്ച് തകർന്നിരുന്നു. അപകടങ്ങൾ തടയാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. CCTV ന്യൂസ്, എരുമപ്പെട്ടി.